അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബറാഅത്ത് നോമ്പിന്റെ ശ്രേഷ്ഠതകളും അതിന്റെ നീയത്തും അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ്. ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുള്ള, വലിയ പുണ്യമുള്ള, ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന നോമ്പാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ കാനത് ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, ഷഅബാനിന്റെ പകുതി വന്നാൽ, അതായത് ഷഅബാൻ 15, അതായത് ബറാഅത്ത്, അന്നത്തെ ദിനത്തിൽ ഫഖൂമു ലൈലഹ, ആ ദിനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബറാഅത്തിന്റെ രാവിന്റെ അന്ന് കൂടുതൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, കൂടുതൽ നിസ്കരിക്കണം, കൂടുതൽ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കണം. വസൂമു നഹാറഹ, അതിന്റെ പകൽ നിങ്ങൾ നോമ്പെടുക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങൾ നമ്മോട് പറഞ്ഞ വലിയ ശ്രേഷ്ഠതയുള്ള, നമ്മുടെ പൂർവ്വസൂരികളായ മുൻഗാമികൾ നമുക്ക് എടുത്ത് മാതൃക കാണിച്ചു തന്ന മഹത്വമുള്ള നോമ്പാണ് ബറാഅത്തിന്റെ നോമ്പെന്ന് പറയുന്നത്. പുത്തൻവാദികൾ പലതും പറയട്ടെ, ഇന്നവർ കടന്നു വന്നുകൊണ്ട് ഈ ഹദീസിനൊക്കെ ദഈഫാക്കി നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കൾ അത് എടുത്തു പോന്ന, അത് ആചരിച്ചു പോന്ന, നിലനിർത്തി പോന്ന ആ നോമ്പിനെയൊക്കെ ഇന്ന് വിദഗ്ധാക്കി മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. അവരുടെ കുതന്ത്രങ്ങൾ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നമ്മുടെ പൂർവ്വസൂരികൾ കാണിച്ചു തന്ന ഈ ഒരു നല്ല മാതൃക നാം നിലനിർത്തുന്നവരാകണം. അതുപോലെ തന്നെ മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫതാവയിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഈ നോമ്പിനെ കുറിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് ആരും നഷ്ടപ്പെടുത്തി കളയരുത്. ബറാഅത്തിന്റെ നോമ്പ് എല്ലാവരും എടുക്കണം, അതിന് വലിയ പ്രതിഫലമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന 2024, വീഡിയോ എടുക്കുന്ന വർഷം 2024, ഇന്ന് തുടർന്ന് ഈ വീഡിയോ കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൽ 2024 വർഷത്തിൽ ബറാഅത്ത് നോമ്പ് വരുന്നത് ഫെബ്രുവരി മാസം, ഈ മാസം 26-ാം തീയതി തിങ്കളാഴ്ചയാണ്. 26-ാം തീയതി തിങ്കളാഴ്ചയാണ് ബറാഅത്ത് നോമ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നമുക്ക് എക്സ്ട്രാ കുറച്ച് പ്രതിഫലം കൂടി ഈ ബറാഅത്ത് നോമ്പിന്റെ കൂടെ സുന്നത്ത് നോമ്പുകളുടെ പ്രതിഫലം കൂടി കരസ്ഥമാക്കാൻ കഴിയും. കാരണം അയ്യാമുൽ ബീദ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, എല്ലാ അറബി മാസവും 13, 14, 15 ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ വലിയ സുന്നത്തുണ്ട്. അയ്യാമുൽ ബീദിന്റെ നോമ്പെന്ന് പറയും. ദുൽഹിജ്ജ മാസം 13-ാം തീയതി, ദുൽഹിജ്ജ മാസം 13-ന് നോമ്പെടുക്കൽ സുന്നത്തില്ല. കാരണം അന്ന് അയ്യാമു തശ്രീഖിന്റെ ദിനമാണ്. അന്ന് നോമ്പെടുക്കാൻ പാടില്ല, നോമ്പെടുക്കൽ ഹറാമാണ്. അയ്യാമു തശ്രീഖ് ദിനമാണ്. അതുകൊണ്ട് തന്നെ ആ ദുൽഹിജ്ജ മാസം 14, 15, 16 നോമ്പെടുക്കൽ സുന്നത്താണ്. ബാക്കിയുള്ള എല്ലാ മാസത്തിലും 13, 14, 15 ശ്രദ്ധിക്കുക. ബാക്കിയുള്ള എല്ലാ അറബി മാസങ്ങളിലും, ദുൽഹിജ്ജ ഒഴികെയുള്ള എല്ലാ അറബി മാസങ്ങളിലും 13, 14, 15 ഈ ദിവസങ്ങളിൽ അയ്യാമുൽ ബീദിന്റെ നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട്. ദുൽഹിജ്ജയിൽ 14, 15, 16 എന്നീ ദിവസങ്ങളിലാണ്. കാരണം അയ്യാമു തശ്രീഖിന്റെ ദിനമായതുകൊണ്ട് അന്ന് നോമ്പെടുക്കാൻ പറ്റില്ല. അപ്പോ ഈ അയ്യാമുൽ ബീദിന്റെ നോമ്പിന്റെ 15-ാമത്തെ ഷഅബാൻ 15, അതുകൊണ്ട് തന്നെ അന്ന് ബറാഅത്തിന്റെ നോമ്പുണ്ട്, അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട്. അങ്ങനെ രണ്ട് നോമ്പിന്റെ പ്രതിഫലം അന്ന് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അതുപോലെ തന്നെ തിങ്കളാഴ്ച പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, തിങ്കളാഴ്ചത്തെ നോമ്പ് പ്രത്യേകം സുന്നത്തുള്ളതാണെന്ന്. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, തിങ്കളാഴ്ചത്തെ നോമ്പിനെ കുറിച്ചുകൊണ്ട് ഒരാൾ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ദാലിക്കൽ യൗമു വുലിദ്തു ഫീഹി വയൗമു ബുഇസ്തു ഫീഹി ഔ ഉൻസില അലൈഹി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അന്നത്തെ ദിവസമാണ് ഞാൻ ജനിച്ചത്, തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ജനിച്ചത്. അതുപോലെ തന്നെ എന്നെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് ആ തിങ്കളാഴ്ച ദിവസത്തിലാണ്. ഔ ഉൻസില അലയ്യ ഫീഹി, അന്നേ ദിവസമാണ് ഖുർആൻ എന്റെ മേൽ ഇറക്കപ്പെട്ടത് എന്നൊക്കെ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തെ നോമ്പ് സുന്നത്തുണ്ട്. അത് നമുക്ക് ഹദീസുകളിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തിങ്കളാഴ്ചത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ, തിങ്കളാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും നോമ്പിനെ കുറിച്ച് ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഫഉഹിബ്ബു അൻ യുഅറള അമലി വഅന സ്വായിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലിനെ
തിങ്കളാഴ്ച വ്യാഴാഴ്ചയൊക്കെ ആഴ്ചയിൽ 2 ദിവസം നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ്. അങ്ങനെ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞതായിട്ട് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ എന്തായാലും തിങ്കളാഴ്ചത്തെ നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട്, എല്ലാ ആഴ്ചകളിലും തിങ്കളാഴ്ചത്തെ നോമ്പ്. അപ്പൊ ആ തിങ്കളാഴ്ചത്തെ നോമ്പ് നമുക്ക് കിട്ടും. അപ്പോ ബറാത്തിന്റെ നോമ്പ് കിട്ടും. എന്തായാലും ബറാത്ത് സുന്നത്തായ നോമ്പ് ശഅബാൻ 15 ആ ബറാത്തിന്റെ നോമ്പ് കിട്ടും. അതുപോലെ തന്നെ അയ്യാമുൽ ബീദിന്റെ നോമ്പ്, അതുപോലെ തന്നെ പിന്നെ തിങ്കളാഴ്ചത്തെ സുന്നത്തായ നോമ്പ്. ഈ 3 നോമ്പുകൾ നമുക്ക് കരസ്ഥമാക്കാം. 3 സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ഈ ബറാഅത്തിന്റെ നോമ്പിന് കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ്. അതുപോലെ തന്നെ പിന്നെ നഷ്ടപ്പെട്ടു പോയ ഫർള് നോമ്പുകൾ ഉണ്ടെങ്കിൽ, ഖളാ ആയി പോയ ഫർള് നോമ്പുകൾ, കഴിഞ്ഞ റമദാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ ഫർള് നോമ്പുണ്ടെങ്കിൽ അതുകൂടെ ഇതിന്റെ കൂടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് 4 നോമ്പിന്റെ പ്രതിഫലം കിട്ടും. ഇനി ഒരാൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി ഒരാൾ എന്ത് ചെയ്തു, ബറാഅത്തിന്റെ നോമ്പെടുക്കാൻ നേർച്ചയാക്കി. അപ്പോ ബറാഅത്തിന്റെ നോമ്പ് എന്തായി, ഫർള് പോലെയായി, നിർബന്ധമായി. അതുകൊണ്ട് തന്നെ പിന്നെ നഷ്ടപ്പെട്ടു പോയ ഫർള് നോമ്പിനെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റൂല. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയ ഫർള് നോമ്പുണ്ടല്ലോ, അത് ഇവിടെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഒരു ഫർളും ബാക്കിയൊക്കെ സുന്നത്തുള്ളൂ പറ്റുക. അപ്പോ ഒന്നുകിൽ നഷ്ടപ്പെട്ടു പോയ ഫർള് നോമ്പ്, അല്ലെങ്കിൽ നേർച്ചയാക്കിയ ബറാഅത്തിന്റെ നോമ്പ്. ഇത് രണ്ടാൽ ഒന്നേ പറ്റുകയുള്ളൂ. ബാക്കി സുന്നത്ത് നോമ്പുകൾ ഉൾപ്പെടുത്താം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ഇതിന്റെ നിയ്യത്ത് നമ്മൾ കരുതേണ്ടത്, നാളത്തെ ബറാഅത്ത് സുന്നത്ത് നോമ്പിനോട് കൂടെ അയ്യാമുൽ ബീദിന്റെ നോമ്പിനെയും തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പിനെയും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ ഫർള് നോമ്പുണ്ടെങ്കിൽ അതുകൂടെ കരുതുക. അപ്പോ നാളത്തെ ബറാഅത്തിന്റെ നോമ്പോട് കൂടെ അയ്യാമുൽ ബീദിന്റെ നോമ്പിനെയും അതുപോലെ തന്നെ തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പിനെയും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഫർള് നോമ്പിനെയും ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുവിട്ടുവാൻ കരുതി എന്നെന്ത് ചെയ്യുക, നിയത്ത് വെക്കുക. സുന്നത്ത് നോമ്പ് മാത്രമുള്ളെങ്കിൽ, ഈ അയ്യാമുൽ ബീദിന്റെ നോമ്പ്, തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പ്, അതുപോലെ തന്നെ ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പ്, ഈ സുന്നത്ത് നോമ്പുകൾ മാത്രമാണ് ഉള്ളെങ്കിൽ, ഫർള് നോമ്പ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ സുബ്ഹിന്റെ മുമ്പ് നിയത്ത് വെക്കാൻ മറന്നുപോയി, സുബ്ഹിന്റെ മുമ്പ് നിയത്ത് വെക്കാൻ മറന്നുപോയ ഒരാൾക്ക് പിറ്റേ ദിവസം, ആ ഞായറാഴ്ചത്തെ തിങ്കളാഴ്ചത്തെ ആ ദിവസം ഉച്ചന്റെ മുമ്പായിട്ട് നിയത്ത് വെച്ചാൽ മതി. ആ അന്നേ ദിവസം, നോമ്പുള്ള ദിവസം, നോമ്പ് മുറിയുന്ന പ്രവർത്തനങ്ങൾ രാവിലെ നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നോമ്പ് മുറിയുന്ന പ്രവർത്തനങ്ങൾ രാവിലെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഉച്ചന്റെ മുമ്പായിട്ട് നിയ്യത്ത് സുബഹിക്ക് വെക്കാൻ, സുബഹിന്റെ മുമ്പ് വെക്കാൻ മറന്നുപോയാൽ ഉച്ചന്റെ മുമ്പായിട്ട് സുന്നത്ത് നോമ്പിന് അങ്ങനെ അവസരമുണ്ട്. പക്ഷെ ഫർള് നോമ്പ് അതിന്റെ കൂടെ, നഷ്ടപ്പെട്ടു പോയ ഫർള് നോമ്പ് ഖളാ വീട്ടുന്നുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ ഫർള് നോമ്പ് വീണ്ടെടുക്കുന്നുണ്ടെങ്കിൽ, അപ്പോ എന്ത് ചെയ്യണം, സുബഹിന്റെ മുമ്പ് തന്നെ നോമ്പിന്റെ നിയ്യത്ത് വെക്കണം. ഇൻഷാ അല്ലാഹ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, അതിന് മറുപടി നമ്മൾ നൽകാം. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ല സ്വർഗത്തിൽ ഉറച്ചു അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.